നമുക്കിന്നൊരു ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാം. അതിനാവശ്യത്തിന് നമുക്കൊരു കോളിഫ്ലവർ എടുത്ത് കഴുകി വൃത്തിയാക്കി ചെറിയ ചൂടുവെള്ളത്തിൽ മഞ്ഞളും ഉപ്പും ഇട്ട് ഒരു 10-20 മിനിറ്റ് വയ്ക്കാം. അതിനാവശ്യത്തിനുള്ള സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഒനിയൻ ഇത്രയും അരിഞ്ഞ് വെക്കുക. സവാള ചതുരത്തിലരിയും. അതിനുവേണ്ടി ഒരു പാത്രം എടുത്തിട്ട് 4 ടേബിൾ സ്പൂൺ മൈദ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ സോയാ സോസ്, ആവശ്യത്തിന് ഉപ്പ്. ഒരു 20 മിനിറ്റ് അത് പുരട്ടി വെക്കുക. ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ അതെടുത്ത് എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നാലഞ്ച് ചെറിയ ഉള്ളി കൊത്തി അരിഞ്ഞതും, ഒരു ക്യാരറ്റ് കൊത്തി അരിഞ്ഞതും. ക്യാരറ്റ് വേണമെങ്കിൽ മതി, ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയാണ്. ആവശ്യമുള്ള സോസ് തയ്യാറാക്കി വെക്കുക. ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് 4 ടേബിൾ സ്പൂൺ സോയാ സോസും, 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1/2 ടീസ്പൂൺ പഞ്ചസാരയും, 1/2 ടീസ്പൂൺ വിനാഗിരി എന്നിട്ട് ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കണം. ചെറിയ ഉള്ളിയും ക്യാരറ്റും ഇഞ്ചിയും വെളുത്തുള്ളിയും, ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളകും, എരിവിന് ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളകും കൂടി ചേർത്ത് നല്ലപോലെ വരട്ടും. നല്ലപോലെ ഉള്ളി വരട്ടി കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന സോസ് ഒഴിക്കുക. സോസ് ഒഴിച്ച് നല്ലപോലെ ഇളക്കിയിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലോട്ട് ചേർക്കുക. ഗ്രേവിക്ക് ആവശ്യത്തിന് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും ചേർത്ത് ഒന്ന് ആവി കയറ്റിയിട്ട് ഏറ്റവും ഒടുവിൽ സ്പ്രിംഗ് ഒനിയനും ചേർക്കുക. ഗ്രേവിക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് ഗോബി മഞ്ചൂരിയൻ ശരിയായി.